ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഒന്നാമത്തെ യൂണിറ്റിൽ മൂന്നാമത്തെ ചാപ്റ്റർ പോയം ആണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ബാങ് ദ ഡ്രം ബൈ ബ്രയാൻ ആഡംസ് ആൻഡ് നെല്ലി ഫർട്ടാഡോ. ടോക്കിയോ ഒളിമ്പിക്സ് നടക്കുന്ന ഈ വേളയിൽ തന്നെ നമുക്ക് അത്തരത്തിലുള്ള ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട ഒരു കവിത പഠിക്കാൻ കിട്ടിയത് ഭാഗ്യമാണ്. നമുക്ക് കവിതയിലേക്ക് നോക്കാം. മോഡേൺ ഒളിമ്പിക് മോട്ടോ. ആധുനിക ഒളിമ്പിക്സിന്റെ ആപ്തവാക്യം എന്താണ്? ദ മോഡേൺ ഒളിമ്പിക് മോട്ടോ ഈസ് സിഷ്യസ് അൾട്ടിയസ് ഫോർട്ടിയസ് ഇൻ ലാറ്റിൻ ലാംഗ്വേജ് വിച്ച് മീൻസ് ഫാസ്റ്റർ ഹയർ സ്ട്രോങ്ങർ. ആധുനിക ഒളിമ്പിക്സിന്റെ ആപ്തവാക്യം എന്ന് പറയുന്നത് സിറ്റിയസ് അൾട്ടിയസ് ഫോർട്ടിയസ് എന്നാണ്. ഇത് ലാറ്റിൻ ഭാഷയിലുള്ള വാക്കുകളാണ്. ഇതിന്റെ അർത്ഥം ഫാസ്റ്റർ ഹയർ സ്ട്രോങ്ങർ എന്നാണ്. വേഗത്തിൽ, ഉയരത്തിൽ, കരുത്തോടെ എന്നാണ്. എന്നാൽ ഈ വർഷം 2021 നടക്കുന്ന ടോക്കിയോ ഒളിമ്പിക്സിൽ ഈ ആപ്തവാക്യത്തിലേക്ക് ഒരു വാക്കുകൂടെ കൂട്ടിച്ചേർക്കപ്പെട്ടു. യുണൈറ്റ് എന്നുള്ള വാക്കാണ്. ഒരുമയോടുകൂടി എന്നാണ്. അപ്പോൾ ഇപ്പോൾ ഈ ഒളിമ്പിക് മോട്ടോയുടെ വാക്യം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്: വേഗത്തിൽ, ഉയരത്തിൽ, കരുത്തോടെ, ഒരുമയോടുകൂടി എന്ന്. ഹൗ ഡസ് സെൽഫ് ബിലീഫ് ഡ്രൈവ് ആൻ അത്ലറ്റ് ടു റീച്ച് ദ സെനിത്ത് ഓഫ് ഹിസ് ഗ്ലോറി? എങ്ങനെ ആത്മവിശ്വാസം കൊണ്ട് ഒരു അത്ലറ്റ്, ഒരു കായിക പ്രതിഭ തൻ്റെ മഹത്വത്തിൻ്റെ ഉന്നതങ്ങളിൽ, സെനിത്ത് എന്നാണ്, അപ്പോൾ തൻ്റെ ഗ്ലോറി, മഹത്വത്തിൻ്റെ ഉന്നതങ്ങളിൽ എത്താൻ സാധിക്കും എന്ന് നമ്മളോട് ചോദിക്കുന്നു. അതിനുള്ളൊരു മറുപടി എന്ന നിലയ്ക്കാണ് നമുക്ക് ഈ കവിത ഇവിടെ നൽകിയിരിക്കുന്നത്. കവിത എഴുതിയിരിക്കുന്നത് ബ്രയാൻ ആഡംസ്, നെല്ലി ഫർട്ടാഡോ. ഈ കവിതയുടെ ഓതേഴ്സിനെ ഒന്ന് നോക്കാം. ദ സോങ് വാസ് പെർഫോംഡ് ബൈ പോപ്പുലർ കനേഡിയൻ സിംഗർ ബ്രയാൻ ആഡംസ് ആൻഡ് നെല്ലി ഫർട്ടാഡോ ഇൻ ദ ഓപ്പണിംഗ് സെറമണി ഓഫ് 2010 Winter Olympics at BC Place Stadium in Vancouver, British Columbia, Canada, as a tribute to athletes presented there. They both belonged to Vancouver. ഈ കവിത ഒരു സോങ് ആയിട്ട് പ്രസന്റ് ചെയ്തത് കനേഡിയൻ സിംഗേഴ്സ് ആയിട്ടുള്ള ബ്രയാൻ ആഡംസും നെല്ലി ഫർട്ടാഡോയും കൂടിയാണ്. 2010 വിന്റർ ഒളിമ്പിക്സ് നടക്കുമ്പോൾ അതിന്റെ വേദിയിലായിരുന്നു ഇത് അവതരിപ്പിച്ചത്. ബ്രയാൻ ആഡംസിന്റെ പ്രത്യേകത: ബ്രയാൻ Adams is the world famous Canadian singer, lyricist, guitarist, record producer, philanthropist, animal rights activist and photographer. അദ്ദേഹം എന്തൊക്കെ വിശേഷങ്ങളുണ്ട് അദ്ദേഹത്തിന് എന്ന് നോക്കാം. കനേഡിയൻ സിംഗറാണ്, കവിയാണ്, പാട്ടുകാരനാണ്, ഗിറ്റാറിസ്റ്റാണ്, റെക്കോർഡിസ്റ്റാണ്, മനുഷ്യസ്നേഹിയാണ്, മൃഗങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്നവരാണ്, ഫോട്ടോഗ്രാഫറാണ്. He was born on the 5th November 1959 to the British parents migrated to Canada. കാനഡയിലേക്ക് കുടിയേറിയ ബ്രിട്ടീഷ് പാരൻസിന് ജനിച്ച മകനാണ് അദ്ദേഹം. His most popular albums are Reckless, Walking Up the Neighbors, Cuts Like a Knife, Anthology, So Far So Good, 18 Till I Die, and Into the Fire. He is also known for his social and humanitarian activities. സാമൂഹികവും മനുഷ്യത്വപരമായ പ്രവർത്തനങ്ങളിലൂടെ വളരെ പ്രസിദ്ധനാണ് അദ്ദേഹം. He was awarded Grammy, Golden Globe and Juno. സംഗീത ആൽബത്തിന് ലഭിക്കുന്ന പ്രശസ്തമായ അവാർഡുകളൊക്കെ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. സെക്കൻഡ്, നെല്ലി ഫർട്ടാഡോ. നെല്ലി കിങ് ഫർട്ടാഡോ ഈസ് എ കനേഡിയൻ സിംഗർ ആൻഡ് സോങ് റൈറ്റർ born to Portuguese parents on December 2nd, 1978. അപ്പൊ ഇവര് ഒരു കനേഡിയൻ സിംഗറും സോങ് റൈറ്ററുമാണ്. ഇവരുടെ പാരൻസ് പോർച്ചുഗീസുകാരാണ്. ഷീ എമേർജ്ഡ് ആസ് ആൻ ഇന്റർനാഷണൽ സിംഗർ വിത്ത് ഹർ ഫസ്റ്റ് ആൽബം ഇറ്റ്സെൽഫ്, ഓ നെല്ലി. ഓ നെല്ലി എന്ന് പറയുന്ന ആദ്യത്തെ സംഗീത ആൽബത്തിലൂടെ ലോകപ്രശസ്ത ആയി മാറിയ സ്ത്രീയാണ്. Produced with the help of singer Gerald Ayton and musician Brian West. Her other major albums are Folklore, Loss, My Plan, The Spirit Indestructible, and The Rider.
She was awarded Billboards, Grammy and Juno. ബാങ്ക് ദ ഡ്രം എന്ന ടൈറ്റിലിനു താഴെ 5 നിറങ്ങളിലായി 5 വളയങ്ങൾ നൽകിയിട്ടുണ്ട്. ഒളിമ്പിക്സിന്റെ ചിഹ്നമാണിത്. ഓരോ വളയവും ഓരോ ഭൂഖണ്ഡത്തെ റെപ്രസെന്റ് ചെയ്യുന്നു. യെല്ലോ കളർ ഏഷ്യ, ബ്ലാക്ക് കളർ ആഫ്രിക്ക, ബ്ലൂ യൂറോപ്പ്, ഗ്രീൻ ഓസ്ട്രേലിയ, റെഡ് അമേരിക്ക. ലോകത്തെ ഈ വലിയ ഭൂഖണ്ഡങ്ങളെല്ലാം ഒത്തൊരുമിക്കുകയും ഈ ഭൂമിയിലെ എല്ലാ കായിക താരങ്ങളും ഒളിമ്പിക്സിൽ ഒത്തുചേരുന്ന ഒരു മഹത്തായ വേദിയാണ് ഒളിമ്പിക്സ് ഗെയിം എന്ന് പറയുന്നത്. അവിടെ നിറത്തിനോ ഭാഷയ്ക്കോ മതത്തിനോ സമ്പത്തിനോ ഒന്നിനും തന്നെ പ്രാധാന്യമില്ലാതെ ഒത്തൊരുമയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു വേദിയാണ്. സ്വന്തമായി രാജ്യം പോലും ഇല്ലാത്തവർ ഇവിടെ ഈ ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്നുണ്ട്. അഭയാർത്ഥികൾക്ക് മാത്രമായി ഒരു ടീം ഒളിമ്പിക്സിലുണ്ട്. അത്രത്തോളം ഒത്തൊരുമയുള്ള ഒരു വേദിയാണ് ഒളിമ്പിക്സ് എന്നത്. നമുക്ക് കവിതയിലേക്ക് കടക്കാം. You and I, together we reach for the sky. It's not about winning, it's all about playing the game. For the east, from the west, each of us trying our best, chasing a dream, burning to follow the flame. Bang the drum a little louder, so the whole world can hear, the whole world can hear. Sing the song a little louder, so the whole world can hear, the whole world can hear. എന്താണ് ഈ വരികളിലൂടെ പറയുന്നത്? യു ആൻഡ് ഐ, ടുഗെദർ വി റീച്ച് ഫോർ ദ സ്കൈ. വരൂ, നീയും ഞാനും ടുഗെദർ, നമുക്കൊരുമിച്ച് ആകാശത്തോളം ഉയരങ്ങളിലേക്ക് എത്താം, വിജയങ്ങളിലേക്ക് എത്താം. ഇറ്റ്സ് നോട്ട് അബൌട്ട് വിന്നിങ്. ഇവിടെ വിജയം എന്നത് മാത്രമല്ല ലക്ഷ്യം. ഇറ്റ്സ് ആൾ അബൌട്ട് പ്ലേയിങ് ദ ഗെയിം. നമുക്ക് ഒത്തൊരുമിച്ച് ഒരു കളിയിൽ ഏർപ്പെടാം. വരൂ, നീയും ഞാനും നമുക്കൊരുമിച്ച് വാനം മുട്ട ഉയരാം. വിജയത്തിനരികെ എന്നതിനേക്കാൾ മത്സരത്തിൽ പങ്കെടുക്കുകയാണ് എന്നതാണ് മൂല്യം. വരൂ. ഫ്രം ദ ഈസ്റ്റ്, ഫ്രം ദ വെസ്റ്റ്, ഈച്ച് ഓഫ് us trying our best, chasing a dream, burning to follow the flame. ഫ്രം ദ ഈസ്റ്റ് ആൻഡ് വെസ്റ്റ്, കിഴക്കു നിന്നും പടിഞ്ഞാറ് നിന്നും എത്തിയ ഓരോ മത്സരാർത്ഥിയും സ്വന്തം സ്വപ്നങ്ങൾക്കായി ട്രൈയിങ് അവർ ബെസ്റ്റ്, നമ്മൾ ഓരോരുത്തരും, ഈച്ച് ഓഫ് us, നമ്മൾ ഓരോരുത്തരും അവരവരുടെ ബെസ്റ്റ്, അല്ലെ, ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നതിനായി, ചേസിങ് എ ഡ്രീം, നമ്മുടെ സ്വപ്നങ്ങളെ പിന്തുടരുന്നതിനെ, സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കുന്നതിനായി നമുക്ക് ഒരുമിച്ച് പരിശ്രമിക്കാം. ബേണിംഗ് ടു ഫോളോ ദ ഫ്ലെയിം, ആ കത്തി എരിഞ്ഞുകൊണ്ടിരിക്കുന്ന ബേണിംഗ്, അല്ലെ, കത്തി എരിഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഫ്ലെയിം, ആ തീജ്വാലത്തെ, ഒളിമ്പിക്സിൽ നമുക്കൊരു ദീപശിഖയുണ്ട്, അല്ലെ, ആ ദീപശിഖയെ നമുക്ക് പിന്തുടരാം. Bang the drum a little louder, so the whole world can hear, the whole world can hear. Sing the song a little louder, so the whole world can hear, the whole world can hear. നിങ്ങളുടെ ഡ്രം, ചെണ്ടകൾ കൂടുതൽ ഉച്ചത്തിൽ മുഴക്കൂ. ബാങ്, ഉച്ചത്തിൽ മുഴക്കൂ. നിങ്ങളുടെ പാട്ടുകൾ ഉയർന്ന സ്വരത്തിൽ, ഏറ്റവും ഉച്ചത്തിൽ ആലപിക്കൂ. ഉയർന്ന സ്വരത്തിൽ എന്ത് ചെയ്യട്ടെ, നിങ്ങൾ പാടൂ. അങ്ങനെയാണെങ്കിൽ അത് ഈ ലോകം മുഴുവൻ കേൾക്കട്ടെ, ഈ ലോകം മുഴുവൻ അത് ആലപിക്കട്ടെ, എല്ലാവരുടെ ചെവികളിലും എത്തട്ടെ, ഈ ലോകം മുഴുവൻ അത് കേൾക്കട്ടെ. From near, from far, it's clear. Wherever you are, this is your moment, your time to run like the wind, dream big, aim high, even believe you can fly. Give it your all, let the games begin. Bang the drum a little louder, so the whole world can hear, the whole world can hear. Jump up a little higher, so the whole world can see you, the whole world can see you. This is your time. ഇത് നിങ്ങളുടെ സമയമാണ്. നിങ്ങൾ എന്ത് ചെയ്യണം? വലിയ സ്വപ്നങ്ങൾ കാണുന്ന സമയമാണ്. ടു ഡ്രീം ബിഗ്, വലിയ സ്വപ്നങ്ങൾ കാണൂ. എയിം ഹൈ, ഉയരങ്ങൾ ലക്ഷ്യം വെക്കൂ. ഇറ്റ്സ് യുവർ ടൈം. ഇത് നിങ്ങൾക്ക് പറന്നുയരാനുള്ള സമയമാണ്. പറന്നുയരാനുള്ള നിമിഷം എന്ന് കരുതി നിങ്ങൾ എന്ത് ചെയ്യുക? പരിശ്രമിക്കുക, ആഴത്തിൽ പരിശ്രമിക്കുക. ഇറ്റ് ഈസ് യുവർ റൺ, ടൈം ടു റൺ ലൈക്ക് ദ വിൻഡ്. ഇത് കാറ്റിനെ പോലെ നിങ്ങൾ പറന്നുയരേണ്ട നിങ്ങളുടെ സമയമാണ്. ബാങ് ദ ഡ്രം ലിറ്റിൽ ലൗഡർ, നിങ്ങളുടെ ചെണ്ടകൾ ഉച്ചത്തിൽ കൊട്ടൂ. നിങ്ങളുടെ പാട്ടുകൾ ഉയർന്ന സ്വരത്തിൽ ആലപിക്കൂ. അങ്ങനെ ലോകം മുഴുവൻ കേൾക്കട്ടെ നിങ്ങളുടെ ശബ്ദം. ഇത് മാത്രമല്ല, ജംപ് ലിറ്റിൽ ഹയർ,
ജമ്പ് അപ്പ് ലിറ്റിൽ ഹയർ, അല്പമൊന്ന് ഉയർന്നു ചാടിയാൽ ഈ ലോകം മുഴുവൻ നിങ്ങളെ കാണും. ഒന്ന് ഉയർന്നു ചാടൂ, ലോകം മുഴുവൻ നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്, ലോകം മുഴുവൻ നിങ്ങളെ കാണും. ഉച്ചത്തിൽ ഗാനങ്ങൾ ആലപിക്കൂ, ചെണ്ടകൾ ഉച്ചത്തിൽ മുഴങ്ങട്ടെ, ഈ ലോകം മുഴുവൻ നിങ്ങളെ ശ്രദ്ധിക്കുകയാണ്. Sing the song a little louder so the whole world can hear, the whole world can hear. Bang the drum little louder for the whole world can hear, the whole world to hear. Bang the drum a little louder so the whole world can hear, the whole world can hear. Sing the song a little louder so the whole world can hear, the whole world can hear. Bang the drum. അതേ വരികളുടെ ആവർത്തനമാണ്. ഉച്ചത്തിൽ ആലപിക്കൂ, ഉച്ചത്തിൽ നിങ്ങളുടെ ചെണ്ടകൾ മുഴങ്ങട്ടെ, ലോകം മുഴുവൻ നിങ്ങളുടെ സ്വരം കേൾക്കട്ടെ, ആ ചെണ്ടയുടെ നാദം ലോകം മുഴുവൻ കേൾക്കട്ടെ, എല്ലാവരും നിങ്ങളെ ശ്രദ്ധിക്കട്ടെ, നിങ്ങളുടെ ലക്ഷ്യങ്ങൾ, നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങൾക്ക് പൂർത്തീകരിക്കാൻ കഴിയട്ടെ. കവിതയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ താഴെ തന്നിട്ടുണ്ട്, നോക്കാം. വാട്ട് വാസ് ഈച്ച് ഓഫ് ദ അത്ലറ്റ് ഫ്രം അറൌണ്ട് ദ വേൾഡ് ട്രൈങ് ടു ഡു? ഓരോ കായിക താരവും, ഈ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നെത്തിയ ഓരോ കായിക താരവും എന്താണ് ചെയ്യുന്നത്, എന്തിനു വേണ്ടിയാണ് പരിശ്രമിക്കുന്നത്? ചോദ്യത്തിന്റെ ഉത്തരം താഴെ വീഡിയോയുടെ ഡെസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്, അവിടെ നിന്ന് എടുത്ത് എല്ലാവരും എഴുതേണ്ടതാണ്. ഉത്തരം ഇതാണ്: ഈച്ച് ഓഫ് ദ അത്ലറ്റ്സ് ഫ്രം അറൌണ്ട് ദ വേൾഡ് ആർ ട്രൈയിങ് ടു പെർസ്യൂ ദ ഡ്രീംസ്. ഓരോ കായിക താരവും അവരുടെ സ്വപ്നങ്ങളെ സ്വന്തമാക്കാൻ ശ്രമിക്കുകയാണ്. ദേ ആർ ട്രൈയിങ് ടു ദെയർ ലെവൽ ബെസ്റ്റ് ടു വിൻ കോമ്പറ്റീഷൻ. മത്സരത്തിൽ അവരുടെ പരമാവധി കരുത്തോടു കൂടി പങ്കെടുത്ത് വിജയിക്കാൻ ശ്രമിക്കുകയാണ്. വൈ ഡു ദ സിംഗർ ആസ്ക് ടു ബാങ് ദ ഡ്രം ആൻഡ് സിംഗ് ദ സോങ് ലൗഡർ? എന്തുകൊണ്ടാണ് ഇവിടുത്തെ കവി ഉച്ചത്തിൽ ചെണ്ടകൾ മുഴക്കാനും പാട്ടുപാടാനും ആവശ്യപ്പെടുന്നത്? The singer asked to bang the drum and sing the song louder because the whole world can hear. ലോകം മുഴുവൻ കേൾക്കട്ടെ, അതിനു വേണ്ടിയിട്ടാണ്. What are the singers urged to do when the games begin? ആ ഗെയിം ആരംഭിക്കുമ്പോൾ എന്ത് ചെയ്യാനാണ് നമ്മുടെ സിംഗർ പറയുന്നത്? The singer urged to dream big, സ്വപ്നം, വലിയ സ്വപ്നങ്ങൾ കാണാൻ, to aim high, ഉയരങ്ങൾ ലക്ഷ്യം വെക്കാൻ, to believe in themselves, സ്വയം വിശ്വസിക്കാൻ, സ്വന്തം കഴിവുകളിൽ വിശ്വസിക്കാൻ, ആൻഡ് ടു ഡെഡിക്കേറ്റ് ദംസെൽഫ് കംപ്ലീറ്റ്ലി ഫോർ ദ ഇവന്റ്, അങ്ങനെ പൂർണ്ണമായി ഈ നടക്കുന്ന മത്സരങ്ങളിൽ പൂർണ്ണമായും സമർപ്പിക്കാനാണ് അവരോട് ആവശ്യപ്പെടുന്നത്. ഫോർത്ത് ക്വസ്റ്റ്യൻ, ജമ്പ് അപ്പ് എ ലിറ്റിൽ ഹയർ സോ ദ ഹോൾ വേൾഡ് ക്യാൻ സീ യു. ദ ലാസ്റ്റ് 2 lines ആർ റിപ്പീറ്റഡ് ഹിയർ ഡിഫറെന്റ് സ്റ്റാൻസസ്. വാട്ട് ദ എഫക്റ്റ് ഡസ് ഇറ്റ് മേക്ക്? ഈ സ്റ്റാൻസയുടെ ഏറ്റവും അവസാനത്തുള്ള വരികൾ ആവർത്തിക്കുന്നു. അങ്ങനെ ആവർത്തിക്കുന്നതുകൊണ്ട് എന്ത് വ്യത്യാസമാണ് ഉണ്ടാവുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ പിക്ക് ഔട്ട് ദ ലൈൻസ് വിച്ച് ആർ റിപ്പീറ്റഡ്. ആവർത്തിച്ച ആ വരികൾ ഏതൊക്കെയാണ്? അതിനെയാണ് നമ്മൾ റഫ്രെയിൻ എന്ന് പറയുക. കവിതയിൽ ആവർത്തിക്കുന്ന വരികളെ റഫ്രെയിൻസ് എന്ന് പറയും. ഇവിടെ ദ ഹോൾ വേൾഡ് ക്യാൻ ഹിയർ എന്നുള്ളതാണ് ഇതുപോലെ ആവർത്തിക്കുന്ന വരി. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, ദ എക്സ്പ്രഷൻ ഫോളോ ദ ഫ്ലെയിം little louder create pleasing effect. What is the poetic device used? ഈ തന്നിരിക്കുന്ന പദങ്ങൾ നോക്കൂ. ഫോളോ ദ ഫ്ലെയിം, അതുപോലെ ലിറ്റിൽ ലൗഡർ. ഈ ഫ്രേസുകളുടെ പ്രത്യേകത എന്താണ്? ഫസ്റ്റിലെ ഫോളോ ദ ഫ്ലെയിം എന്നുള്ള പദത്തിൽ 2 എഫുകളിലാണ് വാക്കുകൾ തുടങ്ങുന്നത്. രണ്ടാമത്തെ ഫ്രേസിൽ ലിറ്റിൽ ലൗഡ് 2 എല്ലുകളിലാണ് തുടങ്ങുന്നത്. ഇതുപോലെ കൺസോണന്റ് വ്യഞ്ജന ശബ്ദങ്ങൾ ആവർത്തിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? അലിട്രേഷൻ എന്ന് പറയും. അപ്പൊ അലിട്രേഷന് ഉദാഹരണമാണ് ഇത്. സിക്സ്ത് ക്വസ്റ്റ്യൻ, ദ എക്സ്പ്രഷൻ ഓൾ വേൾഡ് ക്രിയേറ്റ് സിമിലർ റിംഗ് എഫക്റ്റ് ബട്ട് ദ ഡിഫറെന്റ് വേ. ഹൗ ഈസ് ദാറ്റ് റിംഗ് എഫക്റ്റ് ക്രിയേറ്റഡ്? ഇവിടെ എങ്ങനെയാണ് ദ ഓൾ വേൾഡ് അല്ലെ, വാ എന്നുള്ള സൗണ്ടാണ് അവിടെ എക്സ്പ്രഷൻ. അതിങ്ങനെ റിംഗിങ്, ഒരു മുഴക്കം ഉണ്ടാവുന്ന എഫക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. അതിന്റെ പ്രത്യേകത എന്താണ്? കൺസോണന്റ് സൗണ്ടുകളാണ്. അപ്പൊ അതിനെ എന്ത് പറയും നമ്മൾ? അലിട്രേഷൻ എന്ന് പറയും അല്ലെ. പോയറ്റിക് ഡിവൈസ് എന്താണ്? അലിട്രേഷൻ ആണ് കൺസോണന്റ് സൗണ്ട്സുകളാണെങ്കിൽ. ബട്ട് ദ അലിട്രേഷൻ ഈസ് ദ റിപ്പീറ്റേഷൻ ഓഫ് കൺസോണന്റ് സൗണ്ട് at the beginning of the word, while consonants may be the middle end anywhere in the words. For cops top and trembling gamblers fled off. Seventh question, the father of the modern Olympic Games, Mr. Pierre de Coubertin says,
The important thing in Olympics games is not to win but to take part. The important thing in life is not to triumph but the struggle. The essential thing is not to have conquered but to have fought well. ഒളിമ്പിക്സ്, ആധുനിക ഒളിമ്പിക്സിന്റെ പിതാവ് അത് ആരാണ്? മിസ്റ്റർ പിയറി ഡി കോബർട്ടൈൻ ആണ്. അദ്ദേഹം പറഞ്ഞ ചില ഒരു വാക്കാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒളിമ്പിക്സ് ഗെയിംസിൽ എന്തിനാണ് പ്രാധാന്യം? വിജയത്തിനല്ല, പിന്നെയോ ബട്ട് ടേക്ക് പാർട്ട്. ഒളിമ്പിക്സ് ഗെയിംസിൽ പങ്കെടുക്കുക എന്നുള്ളതിനാണ്. വിജയത്തിനല്ല പ്രാധാന്യം, പിന്നെ എന്തിനാണ്? സ്ട്രഗിൾ, പരിശ്രമത്തിന്, പോരാട്ടത്തിനാണ് പ്രാധാന്യം. കീഴടക്കുന്നതിലല്ല പ്രാധാന്യം, പിന്നെയോ ഫോട്ട് വെൽ, നന്നായി പോരാടുന്നതിലാണ് കാര്യം. How is the comment of the Pierre de Coubertin about the participation in the game expressed in this song? ഈ കവിതയിൽ അദ്ദേഹം പറഞ്ഞ ഈ പാർട്ടിസിപ്പേഷനെ കുറിച്ച് ഈ കവിതയിൽ എവിടെയാണ്, എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? നമുക്ക് ആ വരി അറിയാം. ഇറ്റ് ഈസ് നോട്ട് അബൌട്ട് വിന്നിങ്, ഇറ്റ് ഈസ് ആൾ അബൌട്ട് പ്ലേയിങ് ദ ഗെയിം. ഇവിടെ തന്നിട്ടുണ്ട് കവിതയിൽ തന്നെ, വിജയത്തിലല്ല പ്രാധാന്യം, പങ്കെടുക്കുന്നതിലാണ് എന്ന്. ഓക്കെ, ഈ കവിതയുമായി ബന്ധപ്പെട്ട എക്സാം ബേസ്ഡ് ക്വസ്റ്റ്യൻസും അപ്രീസിയേഷനുമായി അടുത്ത വീഡിയോ ലെസണിൽ കണ്ടുമുട്ടാം. അതുവരെ ഗുഡ് ബൈ.